മുഹമ്മദ് നബിക്ക് വേദഗ്രന്ഥമായ ഖുറാന് പുറമെ മറ്റൊരു ജ്ഞാനം കൂടി അല്ലാഹു അവതരിപ്പിച്ചു നൽകിയിട്ടുണ്ട് എന്ന് ഖുറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഈ ജ്ഞാനം പ്രവാചക അധ്യാപനങ്ങൾ അഥവാ ഹദീസുകൾ അല്ലാതെ മറ്റൊന്നും ആവാൻ വഴിയില്ല തന്നെ. അല്ലാഹു നിനക്ക് വേദവും ജ്ഞാനവും അവതരിപ്പിച്ച് തരികയും നിനക്ക് അറിവില്ലാതിരുന്നത് പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മേലുള്ള അല്ലാഹുവിന്റെ അനുഗ്രഹം മഹതായതാകുന്നു. സൂറത്ത് 4 വേഴ്സ് 113. അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്നുതന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവന്. തീർച്ചയായും അവര് മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. സൂറത്ത് 62 വേഴ്സ് 2. സൂറ 2 വേഴ്സ് 231, സൂറ 3 വേഴ്സ് 164, സൂറ 33 വേഴ്സ് 34 എന്നിങ്ങനെ ഒരുപാട് ഖുർആൻ ആയത്തുകളിൽ അല്ലാഹു വേദഗ്രന്ഥമായ ഖുർആൻ അല്ലാത്ത മറ്റൊരു വിജ്ഞാനം കൂടി നബിക്ക് നൽകിയത് വ്യക്തമാക്കുന്നു. ഈ കാര്യം തന്നെ മുഹമ്മദ് നബിയും വ്യക്തമാക്കിയത് കാണാൻ കഴിയും. മിഗ്ദാദ് നിവേദനം, പ്രവാചകൻ പറഞ്ഞു, അറിയുക എനിക്ക് വേദഗ്രന്ഥവും അതിനോടൊപ്പം അതുപോലുള്ള മറ്റൊന്നും നൽകപ്പെട്ടിരിക്കുന്നു. അറിയുക എനിക്ക് ഖുർആനും അതിന്റെ കൂടെ അതുപോലുള്ള മറ്റൊന്നും നൽകപ്പെട്ടിരിക്കുന്നു. മുസ്നദ് അഹ്മദ്. തന്നെ കാലശേഷം സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്ന് കൂടി പഠിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി ലോകത്തു നിന്നും വിടവാങ്ങിയത്. ഞാൻ നിങ്ങളിൽ 2 കാര്യങ്ങൾ വിട്ടുപോകുന്നു. അവ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയില്ല. അല്ലാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തുമാണവ. മുഹമ്മദ് നബിയിലൂടെ അവതരിക്കപ്പെട്ട അല്ലാഹുവിന്റെ ഉത്ബോധനം ലോകാവസാനം വരെ സംരക്ഷിക്കപ്പെടും എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തതാണ്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ഖുർആനെപ്പറ്റി മാത്രമാണ് എന്നാണ്. എന്നാൽ ഖുർആൻ മാത്രമല്ല, ഖുർആന്റെ ഭാഷയായ അറബിയും ഖുർആന്റെ വിശദീകരണമായ പ്രവാചക വചനങ്ങളും അഥവാ ഹദീസും അതിൽ അറിവു നേടിയ പണ്ഡിതന്മാരും അത് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളും അങ്ങനെ അല്ലാഹുവിന്റെ ഉത്ബോധനം ലോകാവസാനം വരെ നിലനിർത്താനാവശ്യമായ എല്ലാത്തിനെയും അല്ലാഹു സംരക്ഷിക്കും എന്നതാണ് അതിന്റെ വിവക്ഷ. മുൻ പ്രവാചകന്മാർക്ക് നൽകപ്പെടാത്ത ഒരു സവിശേഷ അനുഗ്രഹമാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് അല്ലാഹു വാഗ്ദാനം ചെയ്തത്. തീർച്ചയായും നാമാണ് ആ ഉത്ബോധനം അവതരിപ്പിച്ചത്. തീർച്ചയായും നാം അതിനെ കാത്തുസൂക്ഷിക്കുന്നതുമാണ്. സൂറത്ത് 15 വേഴ്സ് 9. ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തന്നത് മുഹമ്മദ് നബിയിലൂടെ അല്ലാഹു തന്നെയാണ്. ആ വിശദീകരണമാണ് ഹദീസ്. ഹദീസുകളുടെ സംരക്ഷണം അല്ലാഹു ബാധ്യത ഏറ്റെടുത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും അതിന്റെ ഖുർആന്റെ സമാഹരണവും ഓതിത്തരലും നമ്മുടെ ബാധ്യയാകുന്നു. അങ്ങനെ നാം ഓതിത്തന്നാൽ ആ ഓത്ത് നീ പിന്തുടരുക. പിന്നീട് അതിന്റെ വിശദീകരണവും നമ്മുടെ ബാധ്യയാകുന്നു. സൂറത്ത് 75 വേഴ്സ് 17 മുതൽ 19 വരെ. അപ്പോൾ ഖുർആനിന്റെ സമാഹരണവും അതിന്റെ വിശദീകരണം ആയ പ്രവാചക ചര്യയുടെ സംരക്ഷണവും അല്ലാഹു സ്വയം ബാധ്യത ഏറ്റെടുത്ത കാര്യമാണ് എന്ന് വ്യക്തമായി. അപ്പോൾ ഖുർആൻ പോലെ ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം തികച്ചും അസ്ഥാനത്താണ്. ഖുർആൻ സംരക്ഷിക്കപ്പെട്ട പോലെ ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നും പ്രവാചകന്റെ മരണശേഷം 300 വർഷങ്ങൾക്കുശേഷമാണ് ഹദീസ് ക്രോഡീകരിക്കപ്പെട്ടത്, അതുകൊണ്ടു തന്നെ അവ വിശ്വസനീയമല്ല എന്നും ഹദീസ് നിഷേധികൾ ആരോപിക്കുന്നു. സാധാരണക്കാരായ പല മുസ്ലിങ്ങളും ഈ ആരോപണങ്ങൾ ശരിയാണ് എന്ന് ധരിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. നമുക്ക് വസ്തുതകൾ പരിശോധിക്കാം. ഖുർആൻ പഠിക്കുന്ന അതേ സൂക്ഷ്മതയോടെ പ്രവാചകചര്യയും സഹാബികൾ സ്വായത്തമാക്കി. മതകാര്യത്തിൽ വഹിയെ അനുസരിച്ച് അല്ലാതെ ഒന്നും മൊഴിയാത്ത മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഉടനീളം സഹാബിമാർ ഒപ്പമുണ്ടായിരുന്നു. നബിയുടെ നടത്തം, ഇരുത്തം, സംസാരം, മര്യാദകൾ, ഉപദേശങ്ങൾ, നമസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്, യുദ്ധമര്യാദകൾ, കച്ചവട മര്യാദകൾ, ഭക്ഷണ മര്യാദകൾ എന്നിങ്ങനെ സകല കാര്യങ്ങളും അവർ സസൂക്ഷ്മം ഒപ്പിയെടുത്തു. കുടുംബ ജീവിതത്തിലെ ഇടപെടലുകൾ നബിയുടെ ഭാര്യമാരിൽ നിന്നും അവർ ചോദിച്ചു മനസ്സിലാക്കി. ഇങ്ങനെ അടിമുടി ജീവിതം പൂർണ്ണമായി റെക്കോർഡ് ചെയ്യപ്പെട്ട മറ്റൊരു മനുഷ്യനും ലോകത്തില്ല. വളരെ താൽപര്യത്തിലും ആവേശത്തിലും ആയിരുന്നു അവർ ഹദീസുകൾ സ്വായത്തമാക്കിയത്. ചിലർ ഊഴ്മിട്ട് ഒരു ദിവസം ജോലിക്ക് പോകും, ഒരു ദിവസം പ്രവാചക സന്നിധിയിൽ വന്നു മതം പഠിക്കും. ഉമർ പറയുന്നു, ഞാനും ഉമയത്ത് ബനു സൈദിനെ സന്തതികളിൽ പെട്ട എന്റെ ഒരു അയൽക്കാരനും റസൂലിന്റെ അടുക്കൽ ചെയ്യുന്നതിന് ഊഴം നിശ്ചയിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം ചെല്ലും, ഒരു ദിവസം ഞാൻ ചെല്ലും. ഞാൻ പോകുമ്പോൾ അന്നത്തെ വർത്തമാനം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുക്കും, അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹവും അങ്ങനെ ചെയ്യും. ഇങ്ങനെ പ്രവാചക ജീവിതത്തിൽ നിന്നും നേരിട്ട് പഠിച്ച ഈ ജ്ഞാനത്തിൽ യാതൊരുവിധ കളവോ അബദ്ധവും കടന്നുകൂടാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്നെക്കുറിച്ച് ബോധപൂർവം ആരെങ്കിലും നുണ പറയുകയാണെങ്കിൽ അയാൾ നരകത്തിൽ ഒരു ഇരിപ്പിടം തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന പ്രവാചകവചനമാണ് അവരെ അത്രമാത്രം സൂക്ഷ്മത പാലിക്കാൻ പ്രേരിപ്പിച്ചത്. പ്രവാചക കാലശേഷം ഈ ജ്ഞാനത്തിൽ നിന്ന് ഒന്നുപോലും നഷ്ടപ്പെടാതിരിക്കാൻ സഹാബികൾ അത്യധ്വാനം ചെയ്തു. ജാബിർ ബിൻ അബ്ദുല്ല പറയുന്നു, നബിയുടെ സഹാബികളിൽ ഒരാളുടെ അടുക്കൽ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു ഹദീസ് ഉണ്ടെന്ന വിവരം എനിക്ക് കിട്ടി. ഞാൻ ഒരു ഒട്ടകത്തെ വാങ്ങി സാമാനങ്ങൾ അതിനു മുകളിൽ കെട്ടി യാത്രയായി. 1 മാസം കഴിഞ്ഞ് ഞാൻ ഷാമിൽ സിറിയ എത്തി. ആ സഹാബി അൻസാരിയായ അബ്ദുല്ലാഹിബിന് ഉന്നൈസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, അതിക്രമത്തെക്കുറിച്ച് ഞാൻ കേൾക്കാത്ത ഒരു ഹദീസ് നിങ്ങൾ റസൂലിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്നറിഞ്ഞു.
അപ്പോൾ അത് നിങ്ങളിൽ നിന്ന് കേൾക്കുന്നതിനു മുമ്പായി ഞാൻ മരണപ്പെടുകയോ നിങ്ങൾ മരണപ്പെടുകയോ ചെയ്തേക്കാം എന്ന് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ഒരു മാസം യാത്ര ചെയ്തത് ഞാൻ താങ്കളെ കാണാൻ വന്നത്. അബ്ദുൽ മുഫ്ദ് അഹമ്മദ് ബൈക്കി. മൂന്നാം ഖലീഫയായിരുന്ന ഉസ്മാന്റെ കാലഘട്ടത്തിൽ ജൂതനായിരുന്ന അബ്ദുല്ലാഹിബ്നു സബ എന്ന വ്യക്തി താൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കപടമായി അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തുവന്നു. ഇയാളും കൂട്ടാളികൾ ആയ കപടന്മാരും മുസ്ലിങ്ങളെ വഴിതെറ്റിക്കുവാൻ ആയി മുഹമ്മദ് നബിയുടെ പേരിൽ ധാരാളം വ്യാജ ഹദീസുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട അന്നത്തെ പണ്ഡിതന്മാർ വ്യാജ ഹദീസുകൾ സ്വീകരിക്കരുത് എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അങ്ങനെയാണ് ഹദീസിന്റെ സ്വീകാര്യത ഉറപ്പുവരുത്തുന്ന ഹദീസ് നിയമങ്ങൾ അഥവാ ഉസൂലുൽ ഹദീസ് രൂപംകൊണ്ടത്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ അത് ആരിൽ നിന്ന് കേട്ടു എന്നത് പ്രവാചകൻ വരെ എത്തുന്ന നിവേദക പരമ്പരയിലെ മുഴുവൻ ആളുകളും 100% വിശ്വസ്തരും നല്ല ഓർമ്മശക്തിയുള്ളവരും നേരിട്ട് കേട്ടവരും പൂർണ്ണ സത്യസന്ധരും നിവേദനം ചെയ്യുമ്പോൾ തെറ്റുപറ്റാത്തവരും ദൈവഭയം ഉള്ളവരുമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഹദീസ് സ്വീകാര്യോഗ്യമായത് അഥവാ സഹീഹ ആവുകയുള്ളൂ. ഇത്തരത്തിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ച് അവരുടെ പൂർണ്ണമായ വ്യക്തിവിവരങ്ങൾ പരിശോധിക്കുന്ന വൈജ്ഞാനിക ശാഖ ഇൽമുൽ റിജാൽ കൂടി അവർ രൂപപ്പെടുത്തി. മുഹമ്മദ് നബിക്കും അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾക്കും എഴുത്തും വായനയും അറിയില്ലായിരുന്നു. വാമൊഴി ആയിരുന്നു പ്രധാന വിദ്യാഭ്യാസ രീതി. നേരിട്ട് കേട്ട് ഓതി പഠിച്ചു ഖുറാനും ഹദീസുകളും ഒക്കെ അവർ മനഃപ്പാടമാക്കി അതേപടി അടുത്ത തലമുറയിലേക്ക് കൈമാറി. എഴുത്തും വായനയും അറിയുന്ന ചില സഹാബിമാർ ഖുറാൻ ആയത്തുകളും ഹദീസുകളും എഴുതി വെക്കാറുണ്ടായിരുന്നു. ഖുറാൻ വചനങ്ങളും ഹദീസുകളും തമ്മിൽ കൂടി കലരരുത് എന്ന് നിർബന്ധമുള്ളതിനാൽ ഖുറാൻ അല്ലാതെ മറ്റൊന്നും തന്നെ തന്നിൽ നിന്നും എഴുതി സൂക്ഷിക്കരുത് എന്ന് ആദ്യകാലത്ത് നബി വിലക്കിയിരുന്നുവെങ്കിലും പ്രത്യേക സന്ദർഭങ്ങളിൽ എഴുതി വയ്ക്കാൻ നിർദ്ദേശിച്ചതു കാണാൻ കഴിയും. ഉദാഹരണമായി മക്കാവിജയ കാലത്ത് മക്കയുടെ പവിത്രതയെക്കുറിച്ച് നബി നടത്തിയ ഒരു പ്രഭാഷണം തനിക്ക് എഴുതി തരണമെന്ന് യമൻകാരനായ അബു ഷാഹ ആവശ്യപ്പെട്ടതായും അദ്ദേഹത്തിന് അത് എഴുതി കൊടുക്കാൻ നബി നിർദ്ദേശിച്ചതായും കാണാം. ബുഖാരി, മുസ്ലിം. ചില സഹാബികൾക്ക് ഹദീസുകൾ എഴുതിവെക്കാൻ പ്രവാചകൻ അനുമതി കൊടുത്തിട്ടുണ്ട്. അബ്ദുല്ലാഹിബിന് അംറുബ്നു ആസിന് പ്രവാചകൻ ഇത്തരത്തിൽ അനുമതി നൽകിയിരുന്നു. അബൂദാവൂദ്, അഹമ്മദ് ഗ്രന്ഥത്തിൽ പറയുന്നു അദ്ദേഹം ഹദീസുകൾ എഴുതി സൂക്ഷിച്ചിരുന്നു. ബുഖാരി. എന്നാലും വാമൊഴി തന്നെയായിരുന്നു പ്രധാന രീതി. പിൽക്കാലത്ത് കപടവിശ്വാസികൾ നബി പറഞ്ഞതാണെന്ന് അവകാശപ്പെട്ടു വ്യാജ ഹദീസുകൾ നിർമ്മിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ ഹദീസുകൾ എഴുതി ക്രോഡീകരിക്കണം എന്ന് വിശ്വാസികൾക്ക് തോന്നിത്തുടങ്ങി. രണ്ടാം ഖലീഫ ഉമറിന്റെ ഭരണകാലത്ത് ഇത്തരമൊരു ശ്രമം നടത്താൻ അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും ഖുർആൻ വചനങ്ങളും ഹദീസുകളും തമ്മിൽ കൂടിക്കലർന്നു പോകുമോ എന്ന ഭയം കാരണം അത് ഉപേക്ഷിച്ചതായി ചരിത്രത്തിൽ കാണാം. എന്നാൽ ഈ രംഗത്ത് ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടന്നത് രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമറിനു അബ്ദുൽ അസീസിന്റെ ഭരണകാലത്താണ്. മദീനയിലെ ന്യായാധിപൻ ആയ അബൂബക്കർ ബിനു ഹസമിന് അദ്ദേഹം എഴുതി, റസൂലിൽ നിന്നുള്ള ഹദീസുകൾ താങ്കൾ നോക്കുകയും എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യണം. കാരണം അറിവ് തേഞ്ഞു മാഞ്ഞു പോകുന്നതും ജ്ഞാനികൾ കാലം കഴിഞ്ഞു പോകുന്നതും ഞാൻ ഭയപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂലിൽ നിന്നുള്ള ഹദീസുകൾ അല്ലാതെ മറ്റൊന്നും സ്വീകരിക്കരുത്. അറിവ് പകർന്നു കൊടുക്കുകയും അറിവില്ലാത്തവരെ പഠിപ്പിക്കുകയും ചെയ്യുക. ജ്ഞാനമെല്ലാവരും രഹസ്യമാക്കുമ്പോൾ അല്ലാതെ നശിക്കുകയില്ല. ഫത്ഹുൽ ബാരി. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ നിർദ്ദേശപ്രകാരം മദീനയിലെ സഹാബികളിൽ നിന്നും താബിഉകളിൽ നിന്നും അബൂബക്കർ ബിൻ ഹസം ഹദീസുകൾ ശേഖരിച്ചു. അതുപോലെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വിവിധഭാഗങ്ങളിലേക്ക് ഹദീസുകൾ ശേഖരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഉമറുബ്നു അബ്ദുൽ അസീസ് കത്തുകൾ അയച്ചിരുന്നു. ഇങ്ങനെ ശേഖരിക്കപ്പെട്ട ഹദീസുകൾ ക്രോഡീകരിച്ചത് ഇമാം സുഹ്രി ആയിരുന്നു. അതുപോലെ ഹിജ്റ 150 അന്തരിച്ച ഇമാം അബ്ദുൽ മലിക് ബിൻ അബ്ദുൽ അസീസ് ബനു ജുറൈജ് മക്കയിലും ഹിജ്റ 157 അന്തരിച്ച ഇമാം സീദ് ബനു അബി അറൂബ മെസപ്പൊട്ടേമിയയിലും ഹിജ്റ 159 അന്തരിച്ച ഇമാം മുഹമ്മദ് അബ്ദുറഹിമാൻ മദീനയിലും അബു അമ്രുൽ ഔസായ് സിറിയയിലും ഹിജ്റ 160 അന്തരിച്ച ഇമാം സൈദുബ്നു ഖുദാമയും ഇമാം സുഫിയാനുസ് സൗരിയും കൂഫയിലും ഹിജ്റ 165 അന്തരിച്ച ഇമാം മുഹമ്മദ് സല ബസറയിലും ഹദീസുകൾ ശേഖരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തതായി രേഖകളുണ്ട്. താബി പണ്ഡിതന്മാർ ചിലർ ഹദീസുകൾ എഴുതി സൂക്ഷിച്ചതിന്റെ ചില ചരിത്രങ്ങൾ മാത്രമാണ് പറഞ്ഞത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അപ്പോഴും പ്രധാന പഠനരീതി വാമൊഴി വിദ്യാഭ്യാസമായിരുന്നു. എഴുതി സൂക്ഷിക്കേണ്ടത് ഒരു വലിയ ആവശ്യമായി അന്നത്തെ ആളുകൾ കരുതിയിരുന്നില്ല. സഹാബികളുടെയും താബിഉകളുടെയും കാലത്തിനു ശേഷമുള്ള അടുത്ത തലമുറകൾ ആയപ്പോഴേക്ക് ഇസ്ലാമിക സമൂഹത്തിലെ കൂടുതൽ പേർ എഴുത്തും വായനയും അഭ്യസിക്കാൻ തുടങ്ങി. വാമൊഴിയെപ്പോലെ തന്നെ വരമൊഴി വിദ്യാഭ്യാസ രീതിക്കും പ്രാധാന്യമേറി വന്നു. സഹാബികളുടെയും താബിഉകളുടെയും കാലത്തുതന്നെ ആരംഭിച്ച ഹദീസുകൾ എഴുതിവച്ച് സൂക്ഷിക്കുന്ന രീതി അടുത്ത തലമുറകളിൽ കൂടുതൽ വിപുലമായ രീതിയിൽ ആകാൻ തുടങ്ങി. ഹിജ്റ 93 ജനിച്ച അനസുബ്നു മാലിക് എന്ന സ്വഹാബിയുടെ പുത്രനായ ഇമാം മാലിക് എന്ന പണ്ഡിതന്റെ ഹദീസ് സമാഹാര ഗ്രന്ഥമാണ് മുവത്വ. സമകാലീനരായ ഇമാം ഇബ്നു തുറൈബിന്റെയും ഇമാം സുഫിയാനുസ് സൗരിയുടെയും ഹദീസ് സമാഹാര ഗ്രന്ഥങ്ങൾ അഥവാ മുസന്നഫുകളിലും ഇതുപോലെ ധാരാളം ഹദീസുകൾ എഴുതി ക്രോഡീകരിക്കപ്പെട്ടു. അക്കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട ഹദീസ് സമാഹരണ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും വലുത് 11 വാള്യങ്ങളുള്ള ഇമാം അബ്ദുറസാഖ് സനാനിയുടെ മുസന്നഫ് ആയിരുന്നു.
ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇമാം അബൂബക്കർ ഇബ്നു അബി ഷൈബകും സ്വന്തമായി ഹദീസ് ക്രോഡീകരിച്ച ഗ്രന്ഥം അഥവാ മുസന്നഫ് ഉണ്ടായിരുന്നു. പ്രശസ്തമായ 4 ഇസ്ലാമിക കർമ്മശാസ്ത്ര മദ്ഹബുകളുടെ ഇമാമുകൾ ഇമാം അബൂഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബനു ഹംബൽ എന്നിവരെല്ലാം ആയിരക്കണക്കിന് ഹദീസുകൾ മനപാഠമുള്ളവരായിരുന്നു. പല ഗ്രന്ഥങ്ങളിൽ ആയി അവ രേഖപ്പെട്ടു കിടക്കുന്നുമുണ്ട്. ഇതിൽ ഇമാം മാലികിന്റെ മുവത്വയും ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മുസ്നദും ഹദീസ് ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളായിരുന്നു. മുസ്നദ് അഹ്മദിൽ മാത്രം 27,700 ഹദീസുകളുണ്ട്. 7.5 ലക്ഷം ഹദീസുകളിൽ നിന്നും സനദുകൾ കൃത്യമായി പരിശോധിച്ച് അരിച്ച് വേർതിരിച്ചാണ് ഇമാം ഈ ഹദീസുകൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ ചില വിവരദോഷികൾ ധരിച്ചതുപോലെ ഹദീസ് ക്രോഡീകരണം നബി മരിച്ച് 300 വർഷങ്ങൾക്കു ശേഷം തുടങ്ങിയ പരിപാടിയല്ല. മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ സഹാബികൾ തുടക്കമിട്ടതും പിൻഗാമികൾ തുടർന്നതുമായ കാര്യം മാത്രമാണ് അത്. വാമൊഴിയിലൂടെ മനപ്പാടമാക്കിയത് ജനങ്ങൾ കൂടുതൽ പേർ എഴുത്തും വായനയും അഭ്യസിച്ചപ്പോൾ അടുത്ത തലമുറകൾ എഴുതി സൂക്ഷിച്ചു എന്ന് മാത്രമേയുള്ളൂ. ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ട അതേ രീതി തന്നെ. ഖുർആൻ ക്രോഡീകരിച്ചു എന്നതിനർത്ഥം വാമൊഴി രൂപത്തിലുണ്ടായിരുന്ന ഖുർആൻ ഒരു പുസ്തകരൂപത്തിൽ ആക്കി എന്നു മാത്രമാണ്. ഖുർആൻ ക്രോഡീകരിക്കുന്നതിനു മുമ്പും ഖുർആൻ അതേപടി നിലവിലുണ്ട്. ഖുർആൻ പുസ്തകരൂപത്തിൽ ക്രോഡീകരിച്ചതിനുശേഷവും സഹാബികളും താബിയുകളും ഒന്നും ആ പുസ്തകം നോക്കിയല്ല ഖുർആൻ പഠിച്ചത്. വാമൊഴി രൂപത്തിൽ ഓതി പഠിക്കുക തന്നെയായിരുന്നു. ഇതേ സംഗതി മാത്രമാണ് ഹദീസുകളുടെ കാര്യത്തിലും സംഭവിച്ചത്. ഒരുദാഹരണം പറഞ്ഞാൽ ഇന്നത്തെ ന്യൂ ജനറേഷൻ ആളുകൾ പുസ്തകങ്ങൾ വായിക്കുന്നത് ഡിജിറ്റൽ ആയി കമ്പ്യൂട്ടറിലും ടാബ്ലറ്റിലും മൊബൈലിലും ഒക്കെയാണ്. പഴയ പുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറിയതുപോലെ ആദ്യകാലത്ത് വാമൊഴിയിലൂടെ മനപ്പാടും പഠിച്ചിരുന്ന ഹദീസുകൾ അടുത്ത തലമുറകളിൽ ഗ്രന്ഥരൂപത്തിൽ എഴുതി ക്രോഡീകരിക്കപ്പെട്ടു എന്ന് മാത്രം.